തൃശ്ശൂരിലേക്കൊന്ന് പോവുകയാണ്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്കാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് പാർക്കിങ്ങിലാണ് വലിയ തീപിടുത്തമുണ്ടായത്. അപ്പോൾ 100 കണക്കിന് ബൈക്കുകളായിരുന്നു കത്തി നശിച്ചത്. വളരെ ഭീകരമായിട്ടുള്ള അപകടത്തിലേക്ക് പോകാവുന്ന ഒരു പ്രശ്നമാണ്. ഈ വിധത്തിലെങ്കിലും ഇപ്പോൾ നമുക്ക് തീയണച്ച് തൽക്കാലം ഗുരുതരാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയത്. പ്രാഥമികമായിട്ട് ഇവർ 600-ലേറെ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണിതെന്നും പകുതിയിലേറെ ബൈക്കുകളെ ബാധിച്ചിട്ടുണ്ടാകും എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ ഷീറ്റ് വീണ് കിടക്കുകയാണ്. അടിയന്തരമായി ആ ഷീറ്റ് ഉയർത്തി ഏതെങ്കിലും വിധത്തിലുള്ള കാഷ്വാലിറ്റി ഇനി വാഹനങ്ങൾ തുടർന്ന് കിടക്കുന്നതോ മാറ്റേണ്ടതോ എന്തെങ്കിലും വിധത്തിലുണ്ടോ എന്ന് അടിയന്തരമായിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ക്രെയിൻ സർവീസ് ആണെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരമായിട്ട് ആ നടപടിക്രമങ്ങളിലേക്ക് കിടക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. MS ലിഷോയ് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വലിയൊരു തീപിടുത്തം തന്നെയാണ്. വ്യാപ്തി ഇനിയും വർദ്ധിക്കേണ്ടതായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് തന്നെ പിടിച്ചു നിർത്താനായി എന്നുള്ളത് ഏറെക്കുറെ ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇപ്പോഴവിടുത്തെ സ്ഥിതി എന്താണ്? എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നറിയുന്നുണ്ടോ? ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്, അണച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഉള്ളിൽ പുകയോ അല്ലെങ്കിൽ തീയോ ഇനി ബാക്കിയുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ ഇവിടെ പരിശോധിക്കുന്നുണ്ട്. ഇതിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശത്തുള്ള, അതായത് പടിഞ്ഞാറേ സൈഡിലുള്ള ഗേറ്റാണ്. ഈ ഗേറ്റിനോട് തൊട്ട് ചേർന്നുകൊണ്ടുള്ള ഇടത്ത് ഉള്ള പാർക്കിംഗ് ഏരിയയുണ്ട്. ആ പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആ തീപിടുത്തം ആദ്യഘട്ടത്തിൽ ഇവിടെ ദൃക്സാക്ഷിയായിരുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ച് നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്തിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 2 ബൈക്കുകൾക്കാണ് ആദ്യം തീ പടർന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പൂർണ്ണമായും തീ ആളി കത്തുകയായിരുന്നു. പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് വലിയ തോതിൽ തീ ആളി പടരുകയാണ് ഉണ്ടായത്. നമുക്ക് ആ ബൈക്കുകളുടെ അവസ്ഥയൊക്കെ തന്നെ ഇവിടെ എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്. ഇപ്പോഴും ഇതിനകത്ത് വലിയ അതായത് കത്തി പടർന്നതിന് ശേഷം ചൂടൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ ഷീറ്റൊക്കെ തന്നെ ഇങ്ങനെ വീണതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ബൈക്കുകളൊക്കെ തന്നെ അവസ്ഥ പൂർണ്ണമായും അത് കത്തി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കത്തി നശിച്ചിരിക്കുകയാണ്. ഏകദേശം 200-ലധികം 200-നും 400-നും ഇടയിൽ ഈ വാഹനങ്ങളാണ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതിനാൽ തന്നെ സ്ഥിരം യാത്രക്കാരില്ല. പക്ഷേ ഈ വാഹനം ഇവിടെ വെച്ച് ഒരാഴ്ചത്തേക്കും മറ്റുമൊക്കെയായി വാഹനം ഇവിടെ വെച്ച് പോകുന്ന ആളുകൾ ഒരുപാട്, അത്തരത്തിലുള്ള ആളുകൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ബൈക്കുകളായിരിക്കാം ഒരുപക്ഷെ കൂടുതലും കത്തിയിട്ടുണ്ടാവുക. 7 മണിക്കാണ് ഇതിനോട് ചേർന്നുള്ള ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. പുറകുവശത്തെ ടിക്കറ്റ് കൗണ്ടർ ആയതിനാൽ തന്നെ 24 മണിക്കൂറും പ്രവർത്തനമില്ല. 7 മണിക്കാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 6:30-ക്കും 6:35-നും ഇടയ്ക്കാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി ആ ഭാഗത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറ്റ് ആദ്യഘട്ടത്തിൽ 2 തീ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ആളുകളൊക്കെ തന്നെ ഓടി വന്നെങ്കിൽ പോലും തീ കൂടുതൽ ആളിപ്പടരുകയാണ് ഉണ്ടായത്. ഫയർഫോഴ്സിനെ വിളിച്ചെങ്കിലും അവർക്കും വന്ന സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്തത്രയ്ക്ക് നിസ്സഹായാവസ്ഥയായിരുന്നു. കാരണം അത്രത്തോളം തീ ആളിപ്പടർന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ സ്ഥിതിഗതികൾ എല്ലാം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ മേഖലയിൽ പാർക്ക് ചെയ്തിരുന്ന എല്ലാ വാഹനങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു. ശരിയാണ്, അങ്ങനെയായിരുന്നു ആ തീപിടുത്തം. അതിന്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ടായിരുന്നു. നമുക്ക് ചില ദൃക്സാക്ഷികളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. അവിടെ കാണുന്ന ആ പോസ്റ്റിൽ അവിടെ നിന്ന് 2 ബൈക്കിനെ ആദ്യം തീ പിടിച്ചത്. അവിടെ നിന്ന് 2 ബൈക്കിന് ആ സമയത്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്തെങ്കിലും സാധനങ്ങൾ അവരുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് ഈ റെയിൽവേയുടെ എന്താ പറയുക പാർക്കിങ്ങിൻ്റെ അനാസ്ഥ തന്നെയാണ്. എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നെങ്കിൽ അത് ആ 2 വണ്ടി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും തീപിടുത്തം ഉണ്ടാവില്ലായിരുന്നു. അതിനുശേഷം പിന്നെ തീ പെട്രോൾ വണ്ടിയല്ലേ പറഞ്ഞ സെക്കൻഡ് കൊണ്ട് തന്നെ അവർ അടിച്ച് കയറി അങ്ങോട്ട് എല്ലാ ഇതിലേക്ക് കയറി. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും കത്തിവെച്ചിരിക്കുന്ന അവസ്ഥ. അപ്പോൾ തന്നെ പോലീസിലേക്ക് വിളിച്ചു, എല്ലാവർക്കും എത്തി. പക്ഷെ എന്നാലും കംപ്ലീറ്റ് എല്ലാം പൂർണ്ണമായിട്ട് കത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്താ വാഹനത്തിന് സംഭവിച്ചിരിക്കുന്നതാണ്. ആ ഒരു ഇലക്ട്രിക് വണ്ടി ആകാൻ ചിലപ്പം അതിൽ നിന്ന് സംഭവിച്ചതാണ്. ആകെ 2
ബൈക്കിന് ആദ്യം ഒരു ബൈക്കിന് തീ പിടിക്കുന്നു, ആ ബൈക്കിൽ നിന്ന് അടുത്ത ബൈക്കിലേക്ക് പകർന്നു. MS ലിഷോയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തത്സമയം വിവരങ്ങൾ നമുക്ക് നൽകിയത്.